கொடுங்க அண்ணா. அண்ணா என்னம்மா? சார், ஏதாவது கொடுங்க. என்ன சார் இது? நீ இந்த பக்கம் நிக்கட அந்த பக்கம் போகல. யார் எங்க அண்ணா? அந்த சிகல்ல வர நீ அந்த பக்கம் நிக்கற இங்க நிக்காத. என் பசங்க முட்டாள முட்டாள. 100 ரூபாய் சார். பாருங்க சார், இந்த பாருங்க. பாருங்க நல்லது. அண்ணா ஏதாவது கொடுங்க அண்ணா. ஐயா சாப்பிடுங்க அண்ணா சார். சின்ன பசங்க அண்ணா. வாங்க சார். என்ன? சார் சிகல் சார். முண்டா உருப்பட மாட்டேன் நீ. நாய். துப்பாக்கி இருக்கு துப்பாக்கி. சார் ஏதாவது கொடுங்க அண்ணா. ஆம்படிவா. படு. அங்க அவரு இருக்காங்க. ரொம்ப கஷ்டம் ரொம்ப கஷ்டம். ஏதாவது கொடுங்க அண்ணா. என்ன இது கார்ல உட்கார்ந்துடுது. எல்லாரும் கூட்டமா செல்லாத. ஒரு பாப்போம் ஒவ்வொருத்தரும் ஒவ்வொரு இடத்துல போ. ரெண்டு பேரும் இந்த பக்கம். சரி கூட வா. இங்க வா. அண்ணா ஏதாவது கொடுங்க அண்ணா. அண்ணா വെറുതെ ഇങ്ങനെ കാണിച്ച പറ്റൂല. അടങ്ങ്. ஆ எடுத்தாச்சு. 100 ரூபாய். புதுசு ஒண்ணு வாங்க. வாங்க. சத்து போடி எனக்கு தெரியும் என்ன பாக்க. முண்டா உருப்பட மாட்டேன் நீ எல்லாம். குடும்பம் இல்லையா? ஒண்ணு வாங்கிக்கலாம்ல. நல்ல மகனே 20 ரூபாய் போதும். 20 ரூபாய் போதும்ண்ணே. வாங்க. நல்ல மகனே. ப்ளீஸ் அண்ணா ஒண்ணு இருக்கண்ணே. வாங்க அண்ணே ப்ளீஸ். வாங்க 3 வருஷம் சாப்பிட்டு அண்ணே வாங்க ஒண்ணு வாங்க அண்ணே. பாவங்கள் அண்ணே ப்ளீஸ் அண்ணே வாங்க அண்ணே. മക്കളെ വേണ്ടാന്ന് പറഞ്ഞില്ലേ? அண்ணே ஒண்ணு வாங்க அண்ணே. ஒண்ணு வாங்க அண்ணே ப்ளீஸ் அண்ணே. വേണ്ട വേണ്ട. அண்ணே போங்க அண்ணே ஒண்ணு வாங்கிக்கோங்க அண்ணே. அண்ணே ഇതിന് വേറെ ഒരു പണി. ഹലോ ആ ആ, ഏ ഏ, ഏ ആ ആ ആ കുട്ടിയെ കണ്ണൂട്ടി കാണിച്ചോ ടീച്ചർ അല്ലേ? ആ, ആ. ശരി ശരി. ഒരു കാര്യം ഇടയ്ക്ക് ചോദിക്കട്ടെ. ഇത് ആരാ കുട്ടിയുടെ ആരാ വിളിക്കണേ? അമ്മാമ്മയാ? അമ്മ 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 ആ അമ്മ 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 ആ അതെ, ഇത് ഈ ടീച്ചർക്കെതിരെ പരാതി കൊടുക്കേണ്ട സ്ഥലം ഇവിടെ അല്ല. ആ അത് ബാലാവകാശ കമ്മീഷനിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. ശരി ശരി ശരി. ഓക്കെ ഓക്കെ ആ വെക്കാം വേറെ പണിയുണ്ട്. കുട്ടികളെ ഇങ്ങനെ വൃത്തികെട്ട കുട്ടികൾ കുറയുന്നുണ്ട്. പറഞ്ഞാൽ ശരിയല്ല. വീട്ടിൽ ശല്യം സഹിക്കാൻ പറ്റാതെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഈ വികൃതി കുട്ടി എന്തെങ്കിലും ഒന്ന് കാണിക്കുമ്പോൾ ടീച്ചർ കണ്ണൂട്ടി കാണിക്കും, അതിന് പരാതി. അതിവിടെ വിളിച്ചു പറയും. ഇതിന് ഭ്രാന്ത് പിടിച്ചു. ആ ഹലോ നിങ്ങൾ നേരത്തെ ആ ബാലാവകാശ കമ്മീഷൻ്റെ നമ്പർ അത് എല്ലാ സ്കൂളിൻ്റെയും ഓഫീസിന് മുമ്പിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ അത് ഞാൻ അവിടെ കണ്ടില്ലെങ്കിൽ ആ കണ്ണൂട്ടി കാണിച്ച ടീച്ചറോട് തന്നെ ചോദിക്കുക കേട്ടോ. ആ ശരി വെച്ചോ. ഇനി അതും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. എക്സ്ക്യൂസ് മീ സാർ. വീട്ടിലേക്കുള്ള നമസ്കാരം. നമസ്കാരം. ആ നമസ്കാരം. വരും ഇരിക്കും. ആ ഇരിക്കും. സാർ ഇപ്പൊ ഇവിടെ പുതിയതായിട്ട് ചാർജ് എടുത്ത അതെ. സാറേ, നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ശരണബാല്യം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. ആ ഉണ്ട്. ശരണബാല്യം അതായത് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത് നമുക്കൊക്കെ വസന്തകാലമാണല്ലോ. അതെ, ഞാനും ആസ്വദിച്ചിട്ടുള്ള ഒരാളാ. ഞാനതങ്ങോട്ട് പറഞ്ഞു. ഈ കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം അല്ലേ, അങ്ങനെയുണ്ടല്ലോ. അതായത് ഈ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് കുട്ടികളെ കൊണ്ട് ഈ ഭിക്ഷാടനത്തിന് വിടുക, കഠിനമായ തൊഴിൽ ചെയ്യിക്കുക. ആ ചൂഷണങ്ങൾക്കെതിരെ പത്തനംതിട്ടയിലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് തുടങ്ങി വെച്ചതാണ് ഈ പദ്ധതി. പിന്നീട് അത് എല്ലാ ജില്ലകളിലേക്കും അങ്ങനെ വ്യാപിപ്പിച്ചു. അങ്ങനെയാണ്. അല്ല, സാർ ഇപ്പോ ഏത് ജില്ലയിലാണ് ജോലി ചെയ്യണേ? അത് ഞാൻ തന്നെ പറഞ്ഞു തരണോ? അത് കൊള്ളാം സാറേ, ഞാനേ ബാലഭിക്ഷാടന വിരുദ്ധ സംഘടനയുടെ കൊല്ലം ജില്ലയുടെ ഒരു ഭാരവാഹിയാണ്.
സാറിന് കഴിക്കാൻ വിസ്കിയോ റമ്മോ ചായയോ കാപ്പിയോ എന്താ വേണ്ടത്? സാർ എനിക്ക് തൽക്കാലം ഇതൊന്നും വേണ്ട. ഞാൻ ചോദിക്കുന്നത് ഈ ശരണബാല്യം പദ്ധതി എന്ന് പറയുന്നത് അത് കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കണേ. ചോദിക്കാൻ കാര്യം ഞാനിപ്പോ ഈ കരുനാഗപ്പള്ളി വഴി വരുമ്പോ അവിടെ ഞാൻ കണ്ടു സിഗ്നലില് കുട്ടികള് കൊച്ചു മക്കള് ഈ ഇതും കച്ചവടം ചെയ്യാണ് സാറേ തെരുവില്. ആണല്ലേ? അവര് തെരുവിൽ ഇങ്ങനെ ഇറങ്ങി ഭിക്ഷയാചിക്കുകയാണ്. അല്ല ഇവിടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഒന്നും ഇല്ലേ? അത് പിരിച്ചു വിട്ടോ? അല്ല, അതായത് ഞാൻ ഇപ്പോ സർവീസില് ഇപ്പോ ഇവിടെ കയറി ഇരുന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞാൻ അന്വേഷിക്കാം. ഞാൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി സാറേ ഇതിനൊരു മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കരുത്. കാരണം കൊച്ചു മക്കളുടെ കാര്യമാണ്. അതെ, തീർച്ചയായിട്ടും. കൊച്ചു മക്കൾ എന്ന് പറയുന്നത് ദൈവങ്ങളെ പോലെയാണ്. ആണല്ലോ. സാറിനെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികളിങ്ങനെ തെരുവിൽ അലയണതേ അത് കാണുമ്പോൾ സങ്കടമുണ്ട് സാറേ. നമ്മുടെ കുട്ടികൾ ഇറങ്ങുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു. സാർ അങ്ങനെയൊന്നും പറയണ്ട. എത്രയും പെട്ടെന്ന് നടപടി കൈക്കൊള്ളണമെന്ന് ഒരു അപേക്ഷയാണ്. തീർച്ചയായിട്ടും. ഓർമ്മപ്പെടുത്തുകയാണ് കുട്ടികളുടെ കാര്യം എന്നോട്. ഈ കുട്ടികളും സ്ത്രീകളും ഉള്ളതുകൊണ്ടാ ഞാൻ ഈ കസാരയിൽ കയറിയിരിക്കുന്നു. நேற்று அங்க பைப்ல தண்ணி வரல, ஏன் தண்ணி பிடிச்சு வைக்கல? இதுல தண்ணி இருக்கா இன்னைக்கு? நான் போன எல்லாம் நான் தான் செய்யணுமா? പിന്നെ നാട്ടാ ചെയ്യണമാ? അത് കോന്തേ തൂക്കി എന്റെ ഈ സൈഡ് പോച്ച്. இதெல்லாம் ராத்திரியில போதும்டா. இப்ப வேலை செய் போ. அந்த ஷார்ட் போயிட்டு என்ன கச்சவடம் செய்து வா. எங்க பாரு கச்சரா இங்க யாரு இருக்கு? தலையில் நிறைய பேர் இருக்கு, அது யாரு செய்யும்? டேய் வாழ்க்கை பூரா பேனும் பார்த்துட்டு இருந்துட்டு பொழப்ப கெடுத்தாத. പോയി തന്നേടാ. கிளம்பு. ஒரு வேலையும் செய்ய மாட்டேங்கிறார். ஏய் அந்த அடுப்பு பத்த வைமா. இது பாரு ஏன் மூஞ்ச பார்த்தாலும் இப்படி இருக்கு. எதுக்கு இந்த மாதிரி? டேய் ஒன்னு சேர்ந்து ஹெல்ப் பண்ணு. எதுக்கு? முன்னாடி அவரு ஸ்கூலுக்கு தானே போற? அல்ல அவரு வேலைக்கு போகுது. அவரு பின்னாடி இருக்கிற பேக் பாத்தியா? அந்த பேக்ல எல்லாம் நீங்க சேல்ஸ் பண்ற மாதிரி இந்த மாதிரி ஒரு சாதனங்க தான். அவரு குளக்க போகுது, நீ இப்படி உட்கார்ந்துட்டு இருக்கிற. ஏன்டா கேள்வி கேட்கற? போய் உட்கார்றாங்க. போ. வந்திருக்கிற ஒவ்வொன்னு வேலைக்கு போய் பைசா இருக்குது. தொண்ணி குடிக்கிறது உங்களுக்கு தண்ணி தான் முக்கியம். மாரடி ஊருக்குள்ள சக்கரவர்த்தி, நான் உன்னையில மெழுகுபத்தி. கத்தெடுத்ததும் யாரு, அழக பெரு வச்சதும் யாரு? ஊருக்குள்ள சக்கரவர்த்தி, நான் உன்னையில மெழுகுபத்தி. സാറേ ഇന്നലെ ബസ്സിന് ഒരു കളവ് നടന്നല്ല, മാല പൊട്ടിച്ച്. ഞങ്ങള് ഇന്നലെ ഞങ്ങള് ബസ്സിൽ പോയിട്ടില്ല. ഞങ്ങള് ട്രാഫിക്കിൽ നിന്നിട്ട് മാത്രമാണ് കച്ചവടം ചെയ്തത്. പക്ഷെ നിങ്ങളെ പിടിച്ചോണ്ടോവാ. അതാണ് இந்த மலையாளிகள் வர ஒரு செயின் பொட்டிச்சாலும் அந்த நாங்க தமிழர மேலதான் வரும். நாங்க நாடோடிகள் தான் கட்டுன்னு പറഞ്ഞിട്ട് അവര് രസപ്പെടും, ഞങ്ങളെ പോലീസ് കൊണ്ടുപോകും. ഇതല്ലേ നടക്കുന്നത്. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം ഭയങ്കര മോശമാണ് സാർ. അത് എന്താണ് അറിയോ, ഇപ്പൊ ആൾക്കാരെല്ലാം ഞങ്ങളെ സന്ദേഹത്തില് ഇങ്ങനെ സംശയത്തില് നോക്കുകയാണ്. കുട്ടികളെ അവിടുന്ന് ഇവിടുന്ന് തട്ടിക്കൊണ്ട് വന്നവരാണ് ഇവര്, ഇത് ഇവരുടെ കുട്ടികളല്ല എന്നൊക്കെ അവര് സംശയിച്ച് നോക്കുമ്പോ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ ഒരു പേടി. അതിന് ഞാൻ പരിഹാരമാക്കിയിട്ടുണ്ടാ. എന്താണ് സാറേ? ഞാൻ ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും. ഞങ്ങൾക്ക് ആധാർ നമ്മൾക്ക് ആധാർ കാർഡ് കിട്ടിയിട്ട് പേടിക്കണ്ട. അതെ, ഇതുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണ്ടല്ലേ? പേടിക്കണ്ട. അതാ പേടിക്കണ്ടെങ്കിൽ ഞങ്ങൾ നന്നായിട്ട് കച്ചവടം ചെയ്യും സാറേ. കച്ചവടം നന്നായിട്ട് ചെയ്യണം. ഇതെല്ലാം ചെയ്തിരുന്ന് കച്ചവടം ചെയ്യാനാണ്, അല്ലാതെ ഇവിടെ നിന്ന് വെള്ളടിച്ച് ഗരാട്ട പാടാനല്ല. അല്ല, ഞാൻ എന്നും ഷാപ്പിൽ പോയി കള്ളു കുടിക്കണില്ല. ഞാൻ പണി മാറ്റി കഴിഞ്ഞാൽ ഞാൻ ഒരു കുപ്പി വാങ്ങിയിട്ട് വരും. എന്നിട്ട് ഞാനും മണ്ടോദരി ഇവിടെ ഇരുന്നിട്ട് കഴിക്കും. ചിലപ്പോ മുരുകനും കൊടുക്കും. കച്ചവടം മര്യാദക്ക് ചെയ്തോളണം, ഇല്ലെങ്കിൽ എന്റെ വീതം മാറും. മനസ്സിലായോ? കമ്മീഷൻ ഞങ്ങൾക്ക് കുറച്ച് കൂട്ടി തന്നാൽ ഞങ്ങൾ നന്നായിട്ട് കച്ചവടം ചെയ്യും. നന്നായിട്ട് കച്ചവടം ചെയ്യണം. അതിനാ ഇത്ര മെനക്കെടുന്ന് ഞാൻ വിളിക്കാം. ഞാനിപ്പോ ഡ്യൂട്ടിയിലാ. ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ, വൈകുന്നേരം അങ്ങോട്ട് വിളിക്കാം. അങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത്. സ്വരൂപേ, ഇവിടെ തന്നെയല്ലേ പറഞ്ഞത്? ആരും കാണുന്നില്ലല്ലോ. സാർ ഇവിടെ തന്നെയാണോ പറഞ്ഞേ?
അവിടെ നീ കറക്റ്റ് ചോദിച്ച കുട്ടികൾ ഈ സ്ഥലത്ത് തന്നെയാണോ അവർ ഉദ്ദേശിച്ചതെന്ന് കറക്റ്റ് ചോദിക്കും. വിളിച്ചാള് പറഞ്ഞു എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞേ. വിളിക്കണോ പോലെ 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 മൈപ്പിലാണ് വാ ഇത് സുഡുവേ വാ, വാ. ഒരു മയത്തിലൊക്കെ ഡീൽ ചെയ്യണേ ബിരുദന്മാരായി ഡീൽ. ആ നല്ല മയിൽപ്പീലിയാണല്ലോ. ഇതിനെത്ര വില? 50 രൂപ. 50 രൂപ. മോളുടെ പേരെന്താ? നമുക്ക് മിഠായി വേണം. ഇതാ നല്ല മധുരമുള്ള മിഠായി. ഒന്ന് കൊച്ചിന് കൊണ്ടേ. എന്താ മോളുടെ പേര്? വീരലക്ഷ്മി. വീരലക്ഷ്മിയാ. മോന്റെ പേരെന്താ? മുന്ന. ആ നല്ല പേരാണല്ലോ. ഒന്ന് സ്കൂളിലൊക്കെ പോകാറുണ്ടോ? സ്കൂളിൽ പള്ളിക്കൂടെ പോകാറില്ല? മോളു? ഓ ഇവിടെ അപ്പ പേരെന്താ? അപ്പ പേര് മുരുകനാ. മുരുകൻ. മോന്റെ അപ്പ പേരെന്താ? സുഗതൻ. അപ്പ ഫോൺ നമ്പർ തരുമോ? ഫോൺ നമ്പർ അപ്പ തരൂ. അത് പറ. ഇതില് ഒരു നമ്പർ കുറവുണ്ടല്ലോ. ആ നമ്പർ 4. പിള്ളേര് സ്മാർട്ടാട്ടോ സാറേ. ഉഷാറല്ലേ? അണ്ണ ഇത് വേണ്ട. അത് പിന്നെ വാങ്ങിച്ചോളാം കേട്ടോ. ഇതൊരു മങ്ങട്ടോ. யாரு? அப்பாட அம்மாட நம்பர் வாங்கிருக்கு. அப்பாட அம்மா நம்பர் வாங்கிச்சா? ഞങ്ങളുടെ ഫോട്ടോ இருக்கு. സുഖണ്ണ, ചെറിയൊരു പ്രശ്നം ഉണ്ട്. யாரு வந்து நம்ம குழந்தைகளோட பேரு, போன் நம்பர், அப்பா பேரு எல்லாம் சோதிச்சு போட்டிருக்கு. எங்க இருக்கு? சரி. யாரு வந்து சோதிச்சு பேரு போன் நம்பர் எல்லாம் கொடுத்துருக்கா? நல்ல தீர்மானிகள் போடா. கடவுளே அண்ணா துக்கண்ணா, என் பேரு முருகன், என் பேரு கொடுத்துட்டு கள்ள பாத்துக்கணும். துக்கண்ணா கடவுளே காத்தோளே. പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാനറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി തൊട്ടാവാടിക്ക. ചാന്ദിനി, ചാന്ദിനിക്ക് സാരി തന്നെയാണ് ചേർച്ചട്ടോ. ഇനിയിപ്പോ സ്ഥിരം സാരിയാക്കാം. ചുരിദാറിനെ കാട്ടേ ആ ഷേപ്പൊക്കെ കറക്റ്റ് സാരി എടുക്കുമ്പോഴാ. സർ, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത തെരുവിലെ ആൾക്കാർ അവരെല്ലാരും വന്നിട്ടുണ്ട്. വിളിക്ക്. ഓരോരുത്തരെ വിളിക്കണം. എല്ലാരും വേണ്ട, എല്ലാരും ഒരുമിച്ച് വന്നോ. വാ 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 വാ. ഒരുപാട് പേരുണ്ടോ? 5-6. வணக்கம். அப்பாவே எங்க அப்பா உட்கார். റൂം സ്പ്രേ വല്ലതും ഇരിക്കുന്നുണ്ടോ? ഒരു വല്ലാത്തൊരു മണേ കുളിക്കുള്ള വീട്ടിൽ. சார், இந்த சார் வர சொன்னாங்க. எதுக்கு சார்? ഇതാരാ? இது என்னோட அப்பா. അപ്പാ. പേരെന്താ? ഉണ്ണിമുരുകൻ. നിങ്ങള്? സുഗതൻ. മകനാ? நான் பெரிய மகன், மூத்த மகன் நானு. മകനാണ്. ഇതാര്? என் பேரு முருகன். என் தம்பி. അത്? நான் மீனாட்சி. நான் இவ பொண்டாட்டி. எனக்கு ஒரு பொண்டாட்டி இருக்குங்க, மண்டோதரி. അല്ല, എല്ലാരെയും വിളിപ്പിച്ചാണല്ലോ. എന്താ പറഞ്ഞേ? பாவம், உடம்பு சரியில்லை. இங்க வர வேண்டியது.
ஆனா என்னமோ தெரியல காலையில இருந்து வயித்தால போயிட்டே இருக்குது. இப்ப இங்க வர்றதுக்குள்ளேயே 4 தடவை வயித்தால போயிடுச்சு. இனி என் கூட வரும்போது வழியில வயித்தால போனா ரொம்ப കളി. ഞങ്ങളുടെ അന്വേഷണത്തില് നിങ്ങളെ കുട്ടികളെ കൊണ്ട് വേല ചെയ്യിപ്പിച്ചതായി കണ്ടിട്ടുണ്ട്. கடவுளே அப்பா என்னப்பா இவரு சொல்றது? நம்ம குழந்தைகளை நம்ம வேலை അതെ നാടകമൊന്നും വേണ്ട, കറക്റ്റ് വിവരോട് കിട്ടിയിട്ടുണ്ട്. ഈ ചെറിയ കുട്ടികൾ 7-8 വയസ്സ് പ്രായമുള്ള കുട്ടികളെ കൊണ്ട് നിങ്ങൾ ബാലവേല ചെയ്യിക്കണം അല്ലേ? அது பால வேலை இல்ல. நங்குக்கு என்ன வேலை தெரியுமா? நங்கு இந்த களிப்பாட்டம் பலூன் அது இதெல்லாம் வண்டியிலும் ஆள்காருக்கெல்லாம் செல் பண்றது. அப்ப நாங்க இது கச்சவடம் செய்யும் போது இந்த பாவம் நாங்க குழந்தைங்க நாங்க கூட வரும், அவ்வளவுதான். അപ്പൊ എന്താ കുട്ടികളെ വിദ്യാലയത്തിൽ വിടാത്തത്? என்ன தம்பி, என்ன இந்த வித்யாலயம்? வித்யாலயம் என்னப்பா? സ്കൂള് കേട്ടിട്ടില്ലേ? பள்ளிக்கூடமா? എന്താ പള്ളിക്കൂടത്തിൽ വിടാത്ത? நானு 5 வயசுல இருந்து என் பையனையும் இவர் பிள்ளையெல்லாம் பள்ளிக்கூடத்து போன்னு சொல்லும். ஆனா அவரு போக மாட்டார். என் அப்பா அம்மா விட்டு நான் எங்கேயும் போக மாட்டேன், என் அப்பா அம்மா விட்டு நான் எங்கேயும் போக மாட்டேன் പറഞ്ഞു எங்க கூட இருக்கும். ഈ കുട്ടികളെ പള്ളിക്കൂടത്തിൽ വിടാതെ ബാലവേലയ്ക്ക് കൊണ്ടുപോകുന്നത് ശരിയില്ല. അപ്പൊ ഞങ്ങള് സംരക്ഷിക്കും. അത് എങ്ങനെ? ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കും? ഞങ്ങളുടെ കുട്ടികൾ പഠിക്കണോ അതോ വേലക്ക് പോകണോ ഞങ്ങൾ തീരുമാനിക്കും. അതെ ഇവിടെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളെ എന്താ തെളിവുണ്ടോ? ഞങ്ങളുടെ കുട്ടികളെ തെളിവുണ്ട്. എന്ത് തെളിവ്? എങ്ങടാ അത്? குழந்தைகளை தங்கக்கூடம், இதே சக்கரை கூடம். അതൊന്നല്ല, ആധാർ കാർഡിന്റെ പേര്. ആധാർ കാർഡ് ഉണ്ടോ? രാഘവ സാർ ആധാർ കാർഡ് ഉണ്ടോ? இதெல்லாம் நாங்க இங்க இருக்கிறவங்க பாரு, இதுல தெளிவு இருக்குது. எல்லாம் நோக்க, அதுல எங்க குட்டிകളുടെ எல்லாம் ஆதார் கார்டு அது என்ன அவர் എന്താ കാണിക്കണത്? കൊണ്ടുവരേണ്ട. കാട്ടാതിங்க. ഞങ്ങൾ 4 പേരും പിന്നെ വീട്ടിലുള്ളവരും കുട്ടികളൊക്കെ ഉണ്ടായില്ല. നോക്കൂ, ഇപ്പൊ അവര് ഞങ്ങളുടെ കുട്ടികളങ്ങനെ തെളിവായില്ലേ? പിന്നെ എന്താണ്? അപ്പൊ ശരി, അപ്പൊ ഞങ്ങളെ ഒന്ന് കമ്മിറ്റി കൂടിയിട്ടേ ഈ കുട്ടികളെ സംരക്ഷിക്കണോ വേണ്ടോ എന്നുള്ള ഞങ്ങളൊന്ന് തീരുമാനിക്കും. നിങ്ങളൊന്ന് സംരക്ഷിക്കണ്ട, ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കും. ഇവിടെ ഈ ഓഫീസ് തീരുമാനിക്കും. അങ്ങനെ കുട്ടികളെ അങ്ങനെ അലഞ്ഞു നടക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, ഞങ്ങൾക്ക് ഇവിടെ ആളുണ്ട്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടിച്ചാ ചെയ്യും. വാടാ. അതെ ഈ സാധനത്തിനെടുത്തുണ്ടോ? അപ്പാ ഇത് വേണ്ടേ? ആധാർ വേണ്ടേ? ആധാർ വേണം. നോക്കി പിടിക്കും. எங்க வந்தாலும் இந்த மாதிரி தான் பண்றேன். வா கொண்டு வர வேண்டாம்.